ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പ്. US സേനയ്ക്ക് സൗകര്യമൊരുക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്കാണ് കടുത്ത മുന്നറിയിപ്പ് ഇറാൻ നൽകിയത്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും അവരുടെ സൈനിക നീക്കങ്ങൾക്കും താവളമൊരുക്കാൻ തങ്ങളുടെ മണ്ണ് വിട്ടുകൊടുക്കുന്ന ഗൾഫ് രാജ്യങ്ങളെ വെറുതെ വിടില്ലെന്നാണ് ഇറാന്റെ ഭീഷണി. ഇറാനെ ആക്രമിക്കാൻ US സേനയ്ക്ക് സൗകര്യമൊരുക്കുന്ന രാജ്യങ്ങൾ അതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇറാൻ വ്യക്തമാക്കി. തങ്ങൾക്കെതിരെ നടത്തുന്ന ക്രൂരമായ യുദ്ധത്തിന് അയൽരാജ്യങ്ങൾ കൂട്ടുനിൽക്കരുതെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. തങ്ങളുടെ മണ്ണുപയോഗിച്ച് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് അമേരിക്കയെ തടയാൻ രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര നിയമപ്രകാരം ഉത്തരവാദിത്തമുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്കൻ സൈന്യത്തിന് തങ്ങളുടെ മണ്ണിൽ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നത് തുടർന്നാൽ ആ അറബ് രാജ്യങ്ങളെയും ശത്രുക്കളായി കാണേണ്ടി വരുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഗൾഫ് മേഖലയിലുള്ള US സൈനിക താവളങ്ങൾക്കും ആസ്തികൾക്കും നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമപ്രകാരം സ്വയം പ്രതിരോധത്തിനുള്ള ന്യായമായ അവകാശമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇറാനും US തമ്മിലുള്ള സംഘർഷം വൻതോതിൽ രൂക്ഷമായി തുടരുകയാണ്. ഇതിനോടകം തന്നെ ജോർദാൻ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ എന്നീ രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കത്തെ തടസ്സപ്പെടുത്താനുള്ള ഇറാന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാനെന്ന പേരിൽ US സൈന്യം ദക്ഷിണ ഇറാനിലെ ബന്ദർ അബ്ബാസ്, ഖ്വശം ദ്വീപ്, ജാസ്ക് തുടങ്ങിയ നഗരങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇറാൻ തിരിച്ചടി ശക്തമാക്കിയത്. ഇരു വിഭാഗങ്ങളും തമ്മിലുണ്ടായ വെടിനിർത്തൽ കരാർ തകർന്നതും ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ തീരുമാനവും ജൂൺ 17 ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകളെ ചൊല്ലിയുള്ള തർക്കങ്ങളുമാണ് നിലവിലെ സംഘർഷങ്ങൾ ഇത്രത്തോളം വർദ്ധിപ്പിച്ചത്. മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം ഒഴിവാക്കാൻ ഇരുപക്ഷവും പരമാവധി സംയമനം പാലിക്കണമെന്നും സംഘർഷം ലഘൂകരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുവൈറ്റ് ആകാശപരിധിയിലേക്ക് അതിക്രമിച്ചു കയറിയ ശത്രുതാപരമായ മിസൈലുകളും ഡ്രോണുകളും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തകർത്തതായി കുവൈറ്റ് സൈനിക ജനറൽ സ്റ്റാഫ് അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ട ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ മിസൈലുകൾ ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ടതാണെന്നും ജനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കുവൈത്ത് വ്യക്തമാക്കി. കുവൈത്തിലെ അലി അൽ സാലം, അഹമ്മദ് അൽ ജാബർ എന്നീ വ്യോമസേനാ താവളങ്ങളിലെ ഇന്ധന സംഭരണികളും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും തന്ത്രപ്രധാന റഡാറുകളും തകർത്തതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഇറാനിൽ നിന്ന് തൊട്ടടുത്ത 4 മിസൈലുകൾ തങ്ങളുടെ ആകാശപരിധിയിൽ വെച്ച് വെടിവെച്ചിട്ടതായി ജോർദാൻ സൈന്യവും സ്ഥിരീകരിച്ചു. ജോർദാനിലെ പ്രിൻസ് ഹസൻ വ്യോമതാവളത്തിന് നേരെയാണ് ഇറാന്റെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒമാനിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നാവികസേന തടഞ്ഞുവെക്കാൻ ശ്രമിച്ച 2 കപ്പലുകളെ രക്ഷിക്കാൻ അമേരിക്ക ഇടപെട്ടതാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് വഴിവെച്ചത്. രാജ്യാന്തര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ഇറാന്റെ ശ്രമങ്ങളെ ചെറുക്കാനാണ് തങ്ങൾ ഇറാനിലെ വ്യോമപ്രതിരോധ കേന്ദ്രങ്ങൾക്കും റഡാറുകൾക്കും നേരെ ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം. തങ്ങളുടെ മണ്ണ് ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് വിട്ടു നൽകരുതെന്ന് അയൽരാജ്യങ്ങൾക്ക് ഇറാൻ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US ആക്രമണം ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളുടെ ലംഘനമാണെന്നും മേഖലയിലെ സമാധാനത്തിന് ഭീഷണിയാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. ഹോർമൂസിലെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഒമാൻ ആക്രമിക്കപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് ഭരണകൂടം. ഒമാനിലെ ദുഃഖം തുറമുഖത്ത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇന്ധനം നിറക്കാനുള്ള സംവിധാനത്തിന് നേരെയും നാവികസേനയുടെ ബോട്ടുകൾക്ക് ആവശ്യമായ സാധനങ്ങൾ നൽകുന്ന കേന്ദ്രത്തിനു നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ ഗാർഡ് അറിയിച്ചു. ഒമാനെതിരെ നടന്ന ആക്രമണത്തിൽ ഭരണകൂടം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്ക് അടച്ചെങ്കിലും ഹോർമൂസിലെ തെക്കൻ സമുദ്രപാത തുറന്നുകിടക്കുകയാണ്. രാജ്യത്തെ എല്ലാവിധ നാവിക പരിപാടികളും താൽക്കാലികമായി നിർത്തിവെച്ചതായി ഖത്തർ അറിയിച്ചു. യാത്രാ ബോട്ടുകളും മീൻപിടുത്ത ബോട്ടുകളും പ്രവർത്തിപ്പിക്കാനും പാടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.